കേരളത്തിലെ സ്കൂളുകളിൽ കഞ്ചാവ് ഉപയോഗവും റാഗിങ്ങും വ്യാപകമാകുന്നു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സർക്കാർ സ്കൂളും ഏഷ്യയിലെ ഏറ്റവും വലിയ പെൺകുട്ടികളുടെ സ്കൂളുമായ തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കടുത്ത വിവാദങ്ങളിൽ നിറയുകയാണ്. മുതിർന്ന ക്ലാസുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ റാഗിംഗ് പീഡനങ്ങളും ബലമായി മയക്കുമരുന്നും കഞ്ചാവും നവാഗതരായ കൊച്ചു പെൺകുട്ടികളെ കൊണ്ട് ഉപയോഗിപ്പിക്കുന്നു എന്നുമാണ് സ്കൂളിനെതിരെ ഉണ്ടായിരിക്കുന്ന പരാതികൾ. അതീവ ഗുരുതരമായ ഇത്തരം വിവാദങ്ങൾ ഉണ്ടായിട്ടും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും കടുത്ത അനാസ്ഥയും പക്ഷപാതപരമായ പെരുമാറ്റവുമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കുട്ടികളുടെ രക്ഷിതാക്കൾ പറയുന്നു. സംസ്ഥാനത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ തൊട്ടടുത്തുള്ള ഈ സ്കൂളുകളിൽ നിരന്തരമായി ഭരണകർത്താക്കളുടെ സന്ദർശനം ഉണ്ടാകാറുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ അല്ലാതെ പല വകുപ്പുകളുടെയും പൊതുപരിപാടികൾ ഈ സ്കൂളുകളിൽ നടക്കാറുണ്ട്. അധ്യാപകരുടെ നിരുത്തരവാദപരമായ സമീപനവും അച്ചടക്ക ശിക്ഷണ നടപടികളിലെ അനാസ്ഥയും നിമിത്തം ഈ സ്കൂൾ വിവാദത്തിലേക്ക് നീങ്ങുന്നതിനിടെയാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു പെൺകുട്ടികളെ മുതിർന്ന പെൺകുട്ടികൾ നിർബന്ധമായി കഞ്ചാവ് വലിപ്പിച്ചു എന്നും തലമുടി കുത്തിന് പിടിച്ച് വലിച്ച് മൃഗീയമായ റാഗിങ്ങിന് വിധേയമാക്കിയെന്നും പുതിയ പരാതി ഉയർന്നിരിക്കുന്നത്. ഈ വിവരം അധ്യാപകർ അറിഞ്ഞിട്ടും മുതിർന്ന പെൺകുട്ടികൾക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളുന്നതിന് പകരം അത് ഒതുക്കി തീർക്കുന്ന സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത്യന്തം ഞെട്ടലുളവാക്കുന്ന ഈ സംഭവത്തിനെതിരെ ഇപ്പോൾ രക്ഷകർത്താക്കൾ സംഘടിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ ചില പ്രമുഖ സ്കൂളുകളിൽ ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാകുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കാണുന്നത്. അടുത്തിടെ പാലക്കാട്ടെ ഒരു സ്കൂളിലും ഇതുപോലെ മയക്കുമരുന്നിന്റെ ഉപയോഗം കണ്ടുപിടിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ സ്കൂളിൽ കൊണ്ടുവരിക, ചില പ്രത്യേകതരം ഗെയിമുകളുടെ പേര് പറഞ്ഞ് ജൂനിയറായ കുട്ടികളെ ശാരീരികമായി പീഡിപ്പിക്കുക, റാഗിങ്ങിന് വിധേയമാക്കുക, അങ്ങനെ അത്യന്തം ഗുരുതരമായ പിഴവുകളാണ് സംസ്ഥാനത്തൊട്ടുക്കും ചില സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും അഭിമാനകരമായ സ്കൂളായ കോട്ടൺ ഹിൽ സ്കൂളും വിവാദങ്ങളുടെ കരിനിഴലിലേക്ക് എത്തിയിരിക്കുകയാണ്. 1859 ഉത്രാടം തിരുനാൾ മഹാരാജാവ് ആരംഭിച്ച ഈ സ്കൂൾ 1935 ദിവാനായ സർ CP രാമസ്വാമി അയ്യർ കോട്ടൺ ഹില്ലിലേക്ക് മാറ്റി മെച്ചപ്പെട്ട രീതിയിൽ പടുത്തുയർത്തി. മികച്ച അധ്യാപകരും മാനേജ്മെന്റും നിലനിന്ന ഈ സ്കൂളിലേക്ക് സാധാരണക്കാരുടെ മക്കളെ ചേർക്കാൻ ഒരു കാലത്ത് വലിയ തിരക്കായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവിടുത്തെ സ്ഥിതിഗതികൾ മുഴുവൻ താറുമാറായിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടി ശക്തമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് പറയുന്ന സർക്കാർ ഈ സ്കൂളിനെ സർക്കാരിന്റെ പൊതുപരിപാടികളുടെ സ്ഥിരം വേദിയാക്കി മാറ്റിയിരിക്കുകയാണ്. സ്കൂൾ ഗുരുതരമായ വിവാദങ്ങളിൽ നിറയുന്നതിനിടെ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നേരെ നടത്തിക്കൊണ്ട് പോകേണ്ടവർ തന്നെയാണ് സ്കൂളിന്റെ പതനത്തിന് കാരണക്കാരെന്ന് ചൂണ്ടിക്കാട്ടി രക്ഷകർത്താക്കൾ രംഗത്ത് വന്നിരിക്കുന്നു. കോട്ടൺ ഹിൽ സ്കൂളിലെ ഇപ്പോഴത്തെ ഹെഡ് മാസ്റ്റർ ലോക്ക്ഡൌൺ കാലത്ത് ചാരായം വാറ്റിയ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയാണ്. ആ കേസ് നിലനിൽക്കുന്നതിനിടയിലാണ് ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ നേതാവ് കൂടിയായ അദ്ദേഹത്തെ പ്രമോഷൻ നൽകി കോട്ടൺ ഹിൽ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാക്കി നിയമിച്ചതെന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്ത ആളായ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ അവിടെ പഠിക്കാത്ത കുട്ടിയുടെ പേരിൽ മാനേജ്മെന്റിൽ കയറി പറ്റിയ ആളാണെന്നും പിന്നെ ശമ്പളം പറ്റി ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത അധ്യാപകരുമാണ് ഈ സ്ഥാപനത്തെ നശിപ്പിക്കുന്നത് എന്നുമാണ് ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ സർക്കാർ സ്കൂളാണ് കോട്ടൺ ഹിൽ. അത് തകരരുതെന്ന ആഗ്രഹത്തോടെയാണ് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത്. ആരോപണങ്ങളെ തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ് വിവാദങ്ങളെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്ന് വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന് തന്നെ അഭിമാനമായ കോട്ടൺ ഹിൽ സ്കൂളിനെ രക്ഷിക്കുവാൻ സർക്കാരിന്റെ ശക്തമായ നടപടികൾ കൈക്കൊള്ളേണ്ടതാണ്.